ഓക്കെ, നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ എടുക്കാം. ചാപ്റ്റർ സർക്കിൾസ്. മക്കൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? 7th പഠിച്ചിട്ടുണ്ട്, 8th പഠിച്ചിട്ടുണ്ട് സർക്കിൾസ്. അതുകൊണ്ട് ജസ്റ്റ് കോൺസെപ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. 10th ചാപ്റ്റർ ആണ് കേട്ടോ. 10th ചാപ്റ്റർ സർക്കിൾസ്. എന്താ സർക്കിള്? സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ കുറേ പോയിന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുന്നു. ഇതാണ് ഫിക്സഡ് പോയിന്റ്. ആ ഫിക്സഡ് പോയിന്റിനെ വിളിച്ച പേരാണ് സെന്റർ. സെന്റർ. അവിടെ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കർവ് വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും ഫിക്സഡ് ഡിസ്റ്റൻസ് മാറി ഒരു കർവ് വരയ്ക്കുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് സർക്കിൾ. അപ്പൊ ഇതെന്താണ് സർക്കിളിന്റെ സെന്റർ. ആ ഫിക്സഡ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണ്? റേഡിയസ്. നോക്ക്, രണ്ടാമത്തില് ഇതാണ് സെന്റർ. ആ സെന്ററിൽ നിന്നും ഓൺ ദ സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അപ്പൊ പിന്നെ ഇതാരാ? സെന്ററിൽ നിന്നല്ലാതെ വരയ്ക്കുകയാണെങ്കിലോ? സെന്ററിൽ നിന്നല്ലാതെ ഓൺ ദ സർക്കിളിലെ 2 പോയിന്റ്. എന്താണ് ഓൺ ദ സർക്കിളിലെ 2 പോയിന്റ്? അപ്പൊ ഇതാണ് ഓൺ ദ സർക്കിള്. സർക്കിളിന്റെ പുറത്തുള്ള സർക്കിളിലുള്ള 2 പോയിന്റുകൾ മാർക്ക് ചെയ്തു. ദേ ഈ പോയിന്റും ഈ പോയിന്റും അവരെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് കോഡ്. അപ്പൊ സെന്റർ എന്താണെന്നറിയാം. സെന്ററിൽ നിന്നുള്ള ഫിക്സഡ് ഡിസ്റ്റൻസ് എവിടം വരെയല്ലേ? ഓൺ ദ സർക്കിൾ വരെയുള്ള ഫിക്സഡ് ഡിസ്റ്റൻസിനെ റേഡിയസ് എന്ന് വിളിക്കും. ഇനി എന്താ? ഓൺ ദ സർക്കിളിലുള്ള 2 പോയിന്റുകളെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന വരയെ വിളിക്കുന്ന പേരാണ് കോഡ്. അപ്പൊ ഇതെന്താ? ഇതും ഒരു കോഡാണ്. ഇറ്റ് ഈസ് ഓൾസോ എ കോഡ്. എന്താണ്? ദേ ഓൺ ദ സർക്കിളിൽ ഒരു പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് അതിനെ കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്നു. ഒരു പ്രത്യേകത കൂടുണ്ട്. ഈ കോഡിൽ നിന്നും ഈ കോഡിന് അഡീഷണൽ ആയ ഒരു പ്രത്യേകതയുണ്ട്. ചരിഞ്ഞ് കിടക്കുന്നു, നേരെ കിടക്കുന്നു എന്നല്ല. അല്ലാതെ ഈ കോഡ് പാസസ് ത്രൂ സെന്റർ ആണ്. സെന്ററിൽ കൂടെ പോകുന്നതാണ്. സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കോഡിനെ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ. സെന്ററിൽ കൂടെ പോകുന്ന കോഡിനെ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ. ഏറ്റവും ലോങ്സ്റ്റ് കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടിയും ഡയമീറ്റർ ആണ്. മക്കൾ നോക്ക്, മുകളിലേക്ക് പോകും തോറും കോഡിന്റെ ലെങ്ത് കുറഞ്ഞു വരില്ലേ? താഴേക്ക് വരും തോറും കോഡിന്റെ ലെങ്ത് കുറഞ്ഞു വരില്ലേ? അപ്പൊ എന്താണ്? ഏറ്റവും വലിയ കോഡാണ് ഡയമീറ്റർ. അപ്പൊ എന്താണ് ആർക്ക്? ആർക്ക് എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഏതെങ്കിലും ചെറിയ പോർഷൻസിനെ വിളിക്കുന്ന പേരാണ് ആർക്ക്. ഈ റെഡ് കളർ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരാർക്കാണ്. ഈ വൈറ്റ് കളർ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്ന ഒരാർക്കാണ്. ഇതൊരാർക്കാണ്. ആർക്കെന്ന് വെച്ചാൽ എന്താ? സർക്കിളിലെ ഒരു സ്മോൾ പോർഷൻ. അപ്പൊ സെമി സർക്കിൾ എന്താ? സർക്കിളിന്റെ നേർപകുതിയെ വിളിക്കുന്ന പേരാണ് സെമി സർക്കിൾ. അപ്പൊ ഫുൾ സർക്കിൾ ഉണ്ട്, അതിന്റെ നേർപകുതിയാണ് സെമി സർക്കിൾ. അപ്പൊ സർക്കംഫറൻസ് എന്ന് വെച്ചാൽ എന്താ? പെരിമീറ്റർ തന്നെ. ഈ സർക്കിളിനെ, ഇതൊരു വളയാന്ന് വെച്ചോ, നമ്മുടെ പെൺകുട്ടികളുടെ കയ്യിൽ കിടക്കണ വളയില്ലേ, ആ വളയാ. അതിനെ നമ്മൾ ഇവിടെ വെച്ച് കമ്പി വള മുറിച്ചിട്ട് നിവർത്തുമ്പോൾ എന്താകും? ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇരിക്കും അല്ലേ? നിവർത്തുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇരിക്കും. ആ വന്ന വരയുടെ, അല്ലെങ്കിൽ ആ വന്ന ലെങ്തിനെ, ടോട്ടൽ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് സർക്കംഫറൻസ്. അഥവാ സർക്കിളിന്റെ ഔട്ടർ ബോർഡറിന്റെ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് സർക്കംഫറൻസ്. ക്ലിയർ ആണല്ലോ? സെന്ററിൽ നിന്നുള്ള ഓൺ ദ സർക്കിൾ വരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ്. ഓൺ ദ സർക്കിളിലുള്ള ഏതെങ്കിലും 2 പോയിന്റിനെ കണക്ട് ചെയ്താൽ അതിനെ കോഡ് എന്ന് വിളിക്കും. ഓൺ ദ സർക്കിളിലുള്ള 2 പോയിന്റുകൾ പാസസ് ത്രൂ സെന്റർ ആണെങ്കിൽ അതിനെ ഡയമീറ്റർ എന്ന് വിളിക്കും. റേഡിയസിനെ നമ്മൾ R എന്ന് വിളിച്ചാൽ, ഡയമീറ്ററിനെ എന്ത് വിളിക്കാം? സെന്ററിൽ നിന്നും ഓൺ ദ സർക്കിൾ വരെയുള്ളത് R. ഇതും സെന്ററിൽ നിന്ന് ഓൺ ദ സർക്കിൾ വരെയാണ് R. അതായത് R + R 2R. ആർക്ക് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ കുഞ്ഞു പോർഷൻസ്. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ നേർപകുതി. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ബോർഡറിന്റെ ലെങ്ത് അഥവാ സർക്കിളിന്റെ പെരിമീറ്റർ. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് പഠിക്കാം. ഏരിയ ഓഫ് സർക്കിൾ ഇസ് ഈക്വൽ ടു πr². പൈയുടെ വാല്യൂ മക്കൾക്ക് അറിയാം. എത്രക്കാ?
ഒന്നുകിൽ 22/7 എന്ന് എടുക്കണം, അല്ലെങ്കിൽ 3.14 എന്ന് എടുക്കണം. അപ്പൊ പിന്നെ സർക്കംഫറൻസ് കൂടെ പറയാം. സർക്കംഫറൻസിന്റെ വേറെ പേരെന്താ? പെരിമീറ്റർ. പെരിമീറ്ററിനുള്ള ഇക്വേഷൻ ആണെന്ത്? 2πr. അപ്പൊ പിന്നെ നമുക്ക് സെമി സർക്കിളിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം. സെമി സർക്കിൾ വരുവാണെങ്കിൽ സെമി സർക്കിളിന്റെ ഏരിയ എത്ര? സെമി സർക്കിളിന്റെ ഏരിയ ഓഫ് സെമി സർക്കിൾ ആലോചിച്ച് നോക്ക്. സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയയും അതിന്റെ താഴെ ബ്രൗൺ കളറിൽ ഏരിയയും എന്താ സെയിം അല്ലേ? അതായത് ഒരു സർക്കിളിന്റെ ഏരിയയുടെ നേർപകുതിയാണ് സെമി സർക്കിളിന്റെ ഏരിയ. സർക്കിളിന്റെ ഏരിയ എത്ര? πr². അപ്പൊ സെമി സർക്കിളിന്റെ ഏരിയ എത്ര? πr²/2. അങ്ങനെ പെരിമീറ്ററൂടെ പഠിക്കാം. പെരിമീറ്റർ ഓഫ് സെമി സർക്കിൾ ഇത് കാണാവുന്ന പഠിക്കണ്ട. പെരിമീറ്റർ സെമി സർക്കിളിൻ്റെത് നമുക്കിപ്പോൾ ലോജിക്കലി മിസ് പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, പെരിമീറ്റർ ഓഫ് സെമി സർക്കിൾ. അപ്പൊ എന്ത് വിചാരിക്കും? സെമി സർക്കിൾ സർക്കിളിന്റെ ഏരിയയുടെ പകുതിയല്ലേ സെമി സർക്കിളിന്റെ. അപ്പൊ പെരിമീറ്ററും അങ്ങനെയല്ലേ. അപ്പൊ 2πrന്റെ പകുതിയല്ലേ πr അല്ലേ എന്നൊക്കെ വിചാരിക്കും. മക്കളൊന്ന് നോക്കിക്കേ, ഈ ഫിഗറില് ഈ ടോട്ടൽ കർവ്ഡ് പോർഷനെയാണ് നമ്മൾ 2πr എന്ന് വിളിച്ചത്. അതിന്റെ നേർപകുതി കർവ്ഡ് ഇവിടെ ഉണ്ട് അല്ലേ? അതായത് πr ഇവിടെ ഉണ്ട്. പക്ഷെ അഡീഷണൽ ആയിട്ട് ഇത്രയും കൂടെ വന്നു. ഇതാരാ? ഡയമീറ്റർ ആണ്. അതായത് പെരിമീറ്റർ എടുക്കുമ്പോൾ സർക്കിളിന്റെ പകുതി എടുക്കുന്നതിന്റെ കൂടെ ഡയമീറ്ററിനെ കൂടെ എടുക്കണം. മനസ്സിലായോ? സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കർവ്ഡാ. അതിനെ നേർപകുതിയാക്കുമ്പോൾ നേർപകുതിയും ഉണ്ട്, ഈ നടുക്കൂടെ ഉള്ളതും ഉണ്ട്. നേർപകുതി എത്ര? πr. അതിന്റെ കൂടെ എന്തുകൂടെ വന്നു? ഡയമീറ്റർ. ലോജിക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം.